മോനെ അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഒന്ന് അവിടെ നിന്നേ. നിങ്ങളുടെ മോൻ എന്ത് പണിയാ ചെയ്യുന്നത്? അവൻ ഓട്ടം ഓടിക്കുക. ഇപ്പോഴും ആ ചെറ്റപ്പോരെ തന്നെയല്ലേ? അവിടെ നിന്ന് മാറിയിട്ടൊന്നുമില്ലാണ് നിങ്ങള്? ഇല്ല. ഇത്രയും ഗതിയില്ലാത്ത നിങ്ങള് എന്നെ മോനേന്ന് വിളിക്കുമ്പോൾ എനിക്ക് എത്ര ഇൻസൾട്ടാണെന്ന് ചിന്തിക്കേണ്ട ബോധം നിങ്ങൾക്കില്ല. മാസം 10-15 എണ്ണ വാങ്ങിയിട്ടേ ഇവിടെ പണിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയല്ലേ? ആ ബോധം എപ്പോഴും വേണ്ട. ഇനി മേലെ എന്നെ മോനെ കീഴെന്നിട്ട് വിളിച്ചാ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ സാറേന്ന് വിളിച്ചാൽ നിങ്ങളുടെ മുത്ത് കൊഴിഞ്ഞു പോവോ? അപ്പോഴേ അമ്മയോട് പറഞ്ഞത് ഇതുപോലത്തെ അലവലാദികളൊന്നും പണിക്ക് വെക്കണ്ടാന്ന്. വിദ്യാഭ്യാസം വിവരമില്ലാത്ത സാധനങ്ങൾ പോടന്ന്. എവിടെ ഉണ്ടല്ലേ? ഞാനൊന്ന് പോയിട്ടില്ല. മനോജ് ഉണ്ടാവും കൂടെ. ഒരു കാര്യം ചെയ്യ്, രണ്ടാളും കൂടി ഇങ്ങ് പോര്. ഇല്ലടാ, അമ്മയും അച്ഛനും ഏതോ കല്യാണം ഉണ്ട് കണ്ടു പോയത് രാത്രിയാവും. ബന്ധുവിൻ്റെ സാധനം മേടിച്ച് കുറച്ച് ടച്ചും മേടിച്ച് പോയി. ഇവിടെ ഒരു പണിക്കാരത്തിയുള്ളേ, ആ സാധനത്തിനൊക്കെ ഞാൻ പറഞ്ഞയക്കാം. ആടാ പോരിങ്ങ് വാ. അതെ, ആരാ? ഒരു വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കമ്പനിയിലേക്ക് വിളിച്ചില്ലായിരുന്നു? അത് നേരെയാക്കാൻ വേണ്ടി വന്നതാ. എൻ്റെ ചേട്ടാ അതൊരു 3 ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞല്ലേ, ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. അല്ല, അത് കമ്പനിയിൽ നിന്ന് എനിക്ക് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയത്. പിന്നെ ഇന്നലെ വേറെ സ്ഥലത്തായിരുന്നു വർക്ക്. അപ്പോൾ ഇന്നാണ് ഈ ഭാഗത്ത് അങ്ങനെ വന്നതാ. 10-30,000 കൊടുത്ത് വാങ്ങിച്ച സാധനമാണിത്. 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും കംപ്ലൈൻ്റ് ആയല്ലോ. അല്ല, എന്ത് ലോക്കൽ സാധനം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തയച്ചത്? സാറേ, ഞാൻ കമ്പനിയിലെ മെയിൻ്റനൻസ് സ്റ്റാഫാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എനിക്ക് കംപ്ലൈൻറ്റ് മാത്രം വർക്കാവുന്നില്ല എന്നാണ് കംപ്ലൈൻറ്റ് കിട്ടിയത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ സിറ്റിംഗ് പ്രോപ്പർ ആയിട്ടുണ്ടല്ല, പിന്നെ പൈപ്പിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും. വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ പിന്നെ കമ്പനി ന്യായീകരിച്ചിട്ടല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ പണി പോകില്ല അല്ലേ? അല്ല ചേട്ടാ, നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോഴല്ല വരേണ്ടത്. എന്നെ വിളിച്ച് നോക്കിയിട്ട് എനിക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലേ വരിക. ആ ഒരു ബോധമൊന്നുമില്ലേ? അല്ല, അവിടുന്ന് തന്ന നമ്പറിലേക്ക് ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും ഫോൺ എടുത്തില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. വേറെ കാര്യം ചെയ്യ്, ഇന്നെനിക്ക് ഒഴിവില്ല, നാളെയായിട്ടേ വരെ അച്ഛനമ്മ ഉണ്ടാവും. അയ്യോ സാറേ, അതങ്ങനെയല്ല. ഇപ്പോൾ ഓരോ ദിവസം ഓരോ ഏരിയയിലാണ്. അപ്പോൾ ഇന്നലെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്പോർട്ട് അയക്കായിരുന്നു. നാളെ കുറച്ച് ലോങ് ആണ്. അപ്പോൾ നാളെ ഇവിടെയും വന്നിട്ട് അങ്ങോട്ട് പോകുന്നത് അത്ര നടക്കുന്ന കാര്യമല്ല. എൻ്റെ റിപ്പോർട്ടിനെ ബാധിക്കും, അതുകൊണ്ടാണ്. എൻ്റെ പൊന്നു ചേട്ടൻ, നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ എന്താക്കാനാണ്? എനിക്കൊന്നും ഒഴിവില്ല. ഞാനിപ്പോൾ വീട് വിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുക. സാറേ, അത്രയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തായാലും വാട്ടർ ബ്ലോക്ക് തന്നെ ആയിരിക്കും. ഒരു 5 മിനിറ്റിൻ്റെ പരിപാടി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു ബോധമില്ലാത്ത നിങ്ങളെയാണല്ലോ ഫീൽഡ് വർക്കിന് വിട്ടത്. അല്ല, നിങ്ങൾ പോകുന്നത് ഞാൻ കമ്പനി വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യണ? സോറി സാർ. രാവിലെ തന്നെ ഓരോന്ന് ഇട്ട് എഴുന്നുണ്ടല്ലോ, ബുദ്ധിയും വീറില്ലാത്തവർ. ഇതൊക്കെ ആരാണ് പണിക്കെടുക്കുന്നത്? ഈറ്റകൾക്ക് സമയത്തിന് വന്നൂടെ? ഇനിയിപ്പോൾ അച്ഛനമ്മ എഴുന്നള്ളുമ്പോഴായിരിക്കും ഓരോന്ന് കെട്ടി വരിക. പക്ഷെ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. വന്നോ? വരാ. എവിടെ പോയി? ആരാ? ചേട്ടാ, അമ്മയില്ലേ? അമ്മയോ? എന്താ കാര്യം? ഞാൻ എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരലുണ്ട് അച്ചാറും പപ്പടമൊക്കെ വെക്കാനായിട്ടേ. അപ്പോൾ ഇവിടുത്തെ അമ്മ അതൊക്കെ എടുക്കാറുണ്ട്. ഇങ്ങനെ വിൽക്കാൻ വരുന്ന ആളുടെ അടുത്താണോ ഈ അമ്മ പപ്പടം അച്ചാറൊക്കെ വാങ്ങുന്നത്? അല്ല, ഷോപ്പൊന്നും അമ്മയൊന്നുമില്ല. പോയേ. ഏട്ടാ, ഞാൻ അത്രയും ദൂരത്തുനിന്ന് വരിക. ഒന്ന് അമ്മയെ വിളിച്ച് ചോദിക്കോ? അമ്മ വേണമെന്ന് പറഞ്ഞതായിരുന്നു. ഈ 2 ഉണക്ക പപ്പടത്തിനുണ്ട് ഞാൻ അമ്മനെ വിളിച്ച് പറയണെന്നാ? മറ്റൊരാളുടെ പൈസ സ്വന്തം പോക്കറ്റിലേക്ക് വരണേ കുറച്ച് കഷ്ടപ്പെടണം. അതിനിപ്പോൾ അത്ര ദൂരത്തിനാണെന്ന് വരുന്നെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ തന്നെ ഇരുന്നോ, പൈസ അവിടെ കൊണ്ടെത്തിക്കുക. എന്തേ വാ നോക്കണം അവിടുന്ന്. വെള്ളം അടിക്കാൻ സമ്മതിക്കണോ? എവിടെ നിന്നാണ് ഇതൊക്കെ ഐറ്റുകൾ?
എല്ലാം ആറും തന്നെയാണല്ലോ കെട്ടിയെടുക്കുന്നു. എടാ എവിടെയണ്ട ഇന്ന് വേഗം പാടുന്ന്. എല്ലാ പൈസയും ഞാൻ എടുക്കണം. ഓസിന് കുടിക്കാൻ വരില്ലേ, സമയത്തിന് വേണ്ട തന്നോളൂ ഈറ്റകൾക്ക്. ടച്ചപ്പ് ഇല്ലാണ്ട് ഹലോ എടാ എവിടെയുള്ളേ? ഒന്നുമില്ല, ഞാനേ അത്യാവശ്യമായിട്ട് വാളയാറ് ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോവാ. അത്യാവശ്യമാണ് എനിക്ക്. അതിലാണ് എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയടാ. ഇപ്പം ഞാൻ ഫ്രണ്ട് ബ്രേക്ക് ഇട്ട് നിർത്തിയിരിക്കുക. എനിക്കറിയില്ല, ഏതോ മറ്റേ കല്ലേപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങില്ലേ, അവിടെ എവിടെയോ ഒരു പട്ടിക്കാടാ അത്. ഇപ്പം എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ കാറൊന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരടാ. എടാ എന്ത് വർക്കടാ? എടാ എൻ്റെ ജോലിയിലും ശരി. ഓസിന് കുടിക്കാൻ മാത്രം വരും, ഒരു ഉപകാരത്തിന്. ഇപ്പോഴേ അമ്മ പറഞ്ഞു ഒരുപാട് കമ്പനിക്കാരുണ്ടായിട്ട് കാര്യമില്ല, നല്ലതൊന്നും മതി. ഇപ്പം എവിടെ എന്താ ചെയ്യുക? എന്താ മോനെ എവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ്റെ വീട് ഇവിടെയാണോ? ആ മോനെ ഇതന്നെയാ വീട്. എൻ്റെ കാറിന് എന്തെങ്കിലും പറ്റിയാണോ? ചേട്ടാ ഞാൻ ജോലീൻ്റെ ആവശ്യമായിട്ടൊന്ന് വാളയാർ വരെ പോണേ. അപ്പം എൻ്റെ വണ്ടിൻ്റെ ബ്രേക്കിന് എന്തൊരു മിസ്സിങ്. അപ്പം ഇനി ഹൈവേയിൽ ഇതും കൊണ്ട് പോകാൻ പറ്റില്ല, അപ്പം ഇങ്ങോട്ട് സൈഡാക്കിയിട്ടതാ. ചേട്ടാ ഇവിടെ എവിടെ ഒരു അടുത്തെവിടെ വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് അറിയോ? അയ്യോ മോനെ ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ടൗണിലെത്തണം. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അവിടെ പോയാൽ തന്നെ എല്ലാവരും തിരക്കായിരിക്കില്ലേ, വരുമെന്നും അറിയില്ലല്ലോ. ദൈവം, ഇതിപ്പോൾ ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? 5 കിലോമീറ്റർ. ചേട്ടാ ഇവിടുന്ന് ബസ് കിട്ടുമോ? മോനെ ഇവിടെ ഓരോ മണിക്കൂർ ഇടപെട്ട ബസ്സുള്ളൂ. ഇനിയിപ്പോൾ മോൻ്റെ കാര്യം ചെയ്യേ, അത്യാവശ്യ കാര്യമല്ലേ. എൻ്റെ മോൻ്റെ ബൈക്കുണ്ട് അവിടെ, അവന് ഇവിടെ ഇല്ല, എറണാകുളത്താ. കീ അവിടെ തന്നെയുണ്ട്. മോൻ വേണമെങ്കിൽ അത് കൊണ്ടുവയ്ക്കും. അത് സാറില്ലടാ, ഞാൻ എങ്ങനെ പോയിക്കോളാം. അത് സാറില്ല മോനെ, എന്തായാലും അവിടെ വെറുതെ കിടക്കല്ലേ, മോൻ എടുത്ത് കൊണ്ടുവയ്ക്കോ, കാര്യം നടക്കട്ടെ. പിന്നെ എനിക്ക് എന്തായാലും ഇന്ന് ടൗണിലാണ് പണി. അപ്പോൾ ഞാൻ പോകാൻ ഞാൻ വർക്ക്ഷോപ്പിൽ നാളെ ഇങ്ങോട്ട് അയക്കാം. മോൻ്റെ കാര്യം ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കീ മാത്രം അതിൽ വെച്ചേ. ചേട്ടാ ഞാൻ അന്ന് വീട്ടിൽ ചെറിയൊരു പാർട്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്, അതുകൊണ്ടാണ് അതെന്തോ സോറി കേട്ടോ. അതൊന്നും സാറില്ല മോനെ, അതൊക്കെ ഞാൻ എന്തോ പറഞ്ഞതാ. മോൻ എന്തായാലും എടുത്തിട്ട് വയ്ക്കാം, ഞാൻ വരുമ്പോഴേക്കും നേരെ വയ്ക്കാം. വാ വീട്ടിൽ വന്ന് വണ്ടി എടുത്തു വാ. ചേട്ടാ ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട് മോനെ? നമ്മുടെ കാരണം ഒരാളെ സഹായിക്കാൻ പറ്റിയ പറഞ്ഞാൽ അത് വലിയ ഭാഗ്യല്ലേ. മോൻ ചെല്ല്, സമയം കളയണ്ട. മോനെ, എടാ മോന് പരിചയം ഏതെങ്കിലും വർക്ക്ഷോപ്പിലെ നമ്പർ ഉണ്ടോ? അല്ല കാറ് അതൊന്നുമില്ല. ഒരു കുട്ടി എൻ്റെ കാറിന് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ആ പാവം അപ്പം അത്യാവശ്യമായിട്ട് പോയിരിക്കുക. അപ്പോൾ വരുമ്പോഴേക്കാണ് നന്നാക്കാന്ന് പറഞ്ഞ അച്ഛനെ. ആണാ? മോനൊന്ന് നമ്മുടെ വീട്ടിലേക്ക് വിടുമോ? അത് അതിൻ്റെ ബ്രേക്ക് എന്തോ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു. കീ അതിൽ തന്നെ ഉണ്ട്. ഓ ഞാൻ അമ്മനെ വിളിച്ച, അമ്മനെ ഉണ്ടാവും. ശരി മോൻ. എടാ അത് കിട്ടിയിട്ടോ? എനിക്കും പ്രതീക്ഷയില്ലായിരുന്നു. മൂപ്പര് ഭയങ്കര റഫിൻ്റെ ആളല്ലേ. ഇല്ല ഞാൻ ബൈക്കിലാണ് പോയത്. അല്ല അതൊരു സംഭവം ഉണ്ടായി. അപ്പം മഴയുണ്ടായിരുന്നു. മഴയും കൊണ്ട് ബൈക്കിൽ പോയപ്പം പെട്ടെന്ന് മൂപ്പരുടെ മുഖം മാറിയടാ. ഓക്കെ പറഞ്ഞു, എടുക്കാന്ന് പറഞ്ഞു. ഒരു നിമിത്തം കളി, അതൊക്കെ പറയാം ഞാൻ. ശരി. ചേട്ടാ അതെ, അതെൻ്റെ ഹെൽമെറ്റ് അല്ലേ? അത് നിൻ്റെ ഒന്നും അല്ലടാ, അത് അവിടെ നിന്ന് കിട്ടിയതാ. അല്ലേട്ടാ അതെൻ്റെയാണ്. നീ എവിടുത്തെ കാരനടാ? ചേട്ടാ ഞാൻ ടൗണിലുള്ളതാണ്. ഇതിലേ പോയപ്പോൾ ഇവിടെ നിന്നുള്ളൂ. നിങ്ങൾ ആ ഹെൽമെറ്റ് അങ്ങനെ വയലാണ്ടാ നീ വണ്ടി നിർത്തിയിരിക്കണേ.
എനിക്കെന്താ ബുദ്ധിയും ബോധമില്ല. ചേട്ടാ ഞാൻ പോവാണ്. നിങ്ങൾ ആ ഹെൽമെറ്റ് ആണ്, അത് വേറെ ആളുടെയാണ്. ഒരു 500 രൂപയും കൂടെ കൊണ്ട, എന്നിട്ട് ഹെൽമെറ്റ് ഒന്ന് കൊണ്ടുപോയേക്കും. ചേട്ടാ നിങ്ങൾ കളിക്കല്ലേ, ആ ഹെൽമെറ്റ് കാണേ. എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നടാ. പൈസ തരാണ്ട് നീ ഇവിടുന്ന് പോവില്ല. വേറെ ആളുടെ വണ്ടി. ഗൂഗിൾ പേ നമ്പർ തന്നെ. ഗൂഗിൾ പേ ഒന്നും ഇല്ലടാ, പൈസ ഇങ്ങടാ. ചേട്ടാ എൻ്റെ അടുത്ത് പൈസ ആയിട്ടില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. എൻ്റെ ഉടായ്പൊന്നും വേണ്ട, പൈസ ഇങ്ങോട്ട് തന്നിട്ട് പോ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. എന്താ പ്രശ്നം? ഇവിടെയാണോ വീട്? ആ, ഇവിടെ തന്നെ വീട്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറേ നേരം സംസാരിക്കണേണ്ടേ, അപ്പം നോക്കാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഒന്ന് വാളയാർ പോയതായിരുന്നു, അപ്പോൾ ജസ്റ്റ് വയലാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയതായിരുന്നു. മൂപ്പൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്തിട്ട് 500 രൂപ തന്നാലേ തിരിച്ചു തരുള്ളൂ പറഞ്ഞേ. എൻ്റെ അടുത്താണെങ്കിൽ ക്യാഷ് ആയിട്ടുമില്ല, മൂപ്പരുടെ അടുത്ത് ഗൂഗിൾ പേ ഇല്ലയെന്ന് പറയുന്നത്. ഞാൻ ഏട്ടാ, മൂപ്പര് അങ്ങനെ തന്നെയാ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ അടുത്ത് ഇങ്ങനെ ഓരോ പൈസ ആയിരുന്നു വാങ്ങിക്കേ. 500 തൽക്കാലം എൻ്റെ അടുത്തൊരു 300 ഉണ്ട്. ഇതാ, ഇത് കൊടുത്തോളൂ. ഇത് 500 ഇതാ. ആ, എന്നാ വഴിക്ക് വാ. ഹെൽമെറ്റ് തന്നെ. അതെ, സോറി കേട്ടോ, എനിക്ക് കാലിന് ഇത്ര പ്രശ്നമുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അറിയാണ്ടെന്തെങ്കിലും പറഞ്ഞു, സോറി. അതൊന്നും സാരമില്ല, ശരി. അല്ല, ഗൂഗിൾ പേ നമ്പർ തരികയാണെങ്കിൽ ഞാൻ ആ പൈസ അയച്ചു തരായിരുന്നു. കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വരുമ്പോൾ തന്നാൽ മതി. അയ്യോ, മോന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പറ്റിയതാ? ഒന്നുമില്ല ചേരും, ആപ്പിൾ കട്ട് ചെയ്താ. അയ്യോ, നല്ല ചോര വരുന്നുണ്ടല്ലോ. ഞാൻ നേഴ്സ് കൊച്ചിന്റെ വീട്ടിൽ പോയിട്ടെ കുറച്ച് തുണിയും കെട്ടാനുള്ള പഞ്ഞിയൊക്കെ വാങ്ങിട്ട് വരാം. ചേച്ചി, ഇത് അത്രയൊന്നുമില്ല, ചെറിയ മുറിവ, ബ്ലഡ് നോക്കണ്ട. ഇതെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മക്കൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് അമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല. മോൻ സാറും എനിക്ക് മോനെ പോലെ തന്നെയാ. മാസം 10-15 എണ്ണ വാങ്ങിയിട്ടേ ഇവിടെ പണിക്ക് വെക്കുന്ന പെണ്ണുങ്ങൾ തന്നെയല്ലേ. ആ ബോധം എപ്പോഴും വേണ്ട. ഇനി മേലെ എന്നെ മോനെ കീന്നിട്ട് വിളിച്ച രാവിലെ തന്നെ ഓരോന്ന് ഇട്ടി എഴുന്നുണ്ടല്ലോ, ബുദ്ധിയും വിവരില്ലാത്തവർ. മറ്റൊരാളുടെ പൈസ സ്വന്തം പോക്കറ്റിലേക്ക് വരണേ കുറച്ച് കഷ്ടപ്പെടണം. ഇനിയിപ്പോൾ അത്ര ദൂരത്താണെന്ന് വരുന്നെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ തന്നെ ഇരുന്നോ, പൈസ അവിടെ കൊണ്ടെത്തിക്ക. പൈസ വെച്ചും പദവി വെച്ചും ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ അളക്കരുത്. ഏത് സാഹചര്യത്തിൽ ആരാണ് നമ്മളെ സഹായിക്കാൻ വരിക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. എല്ലാവരോടും ബഹുമാനത്തിൽ സംസാരിക്കാൻ പഠിക്കുക. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.